പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന മൂന്നാം ക്ലാസ് എൻവയോൺമെന്റൽ സയൻസ് പരിസ്ഥിതി പഠനത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നോക്കാം. നിങ്ങളുടെ ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റീഡ് ചെയ്യാം. നോക്കിക്കോളൂ. ഇവിടെ എന്താ കാണുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലാന്റ്സ് ആൻഡ് പാർട്സ് ആണ്. പ്ലാന്റ് പ്രിപ്പയർ ഫുഡ് ദേ നീഡ് ഇൻ സ്റ്റെം. ഇസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ്? എന്താ ചോദിച്ചിരിക്കുന്നത്? പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് എന്താണ് സ്റ്റെം ആണ് ആവശ്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേ നീഡ് ഇൻ സ്റ്റെം എന്നാണ്. ആണോ? അല്ല, തെറ്റാണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഇപ്പം നമ്മൾ എന്തെന്ന് എഴുതണം? ഫോൾസ് എന്ന് എഴുതണം. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. എക്സാമിൻ ദ പിക്ചർ 1 and 2. വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ മഷിത്തണ്ട് പ്ലാന്റ്സ് ആഫ്റ്റർ 2 days? റൈറ്റ് ദ റീസൺ. എന്താ ഇവിടെ രണ്ട് പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്, 1ഉം 2ഉം അല്ലേ? അപ്പൊ മഷിത്തണ്ട് പ്ലാന്റ് അതിന് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കേണ്ടവ? വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ മഷിത്തണ്ട് പ്ലാന്റ് ആഫ്റ്റർ 2 days? 2 ദിവസം കഴിയുമ്പോൾ മഷിത്തണ്ട് ചെടിക്കുണ്ടാകുന്ന ചേഞ്ച് എന്താണ്? റൈറ്റ് ദ റീസൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചെടിയുടെ എന്താണ്? പിക്ചർ 1ലെ ചെടി എന്ത് ചെയ്യും? ഈ ചെടി എന്ത് ചെയ്യും? വാടിപ്പോകും അല്ലേ? അതിന് ആവശ്യത്തിന് വെള്ളോ ഇതൊന്നും ഇതിന് കിട്ടണില്ല അല്ലേ? അപ്പൊ ഇത് വളരാൻ പറ്റുമോ? ഇവിടെ വെള്ളോ വളോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ ചെടി എന്ത് ചെയ്യും? ഫസ്റ്റ് ചെടി എന്ത് ചെയ്യും? വാടിപ്പോവും. പ്ലാന്റ് അല്ലേ? ആ പ്ലാന്റ് കരിഞ്ഞു ഉണങ്ങിപ്പോവും. രണ്ടാമത്തെ ചെടി എന്ത് ചെയ്യും? ഈ ചെടിക്ക് മാറ്റമൊന്നും ഇല്ല അല്ലേ? രണ്ടാമത്തെ ചെടിക്ക് മാറ്റമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്താ എഴുതണ്ടേ? ഒന്നാമത്തെ ചെടി എന്ത് ചെയ്യും? വാടിപ്പോവും അല്ലേ? നശിച്ചു പോവും അല്ലേ? അതിന് വെള്ളവും വാട്ടറും മിനറൽസും ഒന്നും ലഭിക്കാതെ അതിനെന്ത് ചെയ്യാൻ കഴിയില്ല? വളരാൻ കഴിയില്ല. എന്നാൽ രണ്ടാമത്തെ പിക്ചറിലെ ചെടിക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതെന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. ഈ പ്ലാന്റ് ഗ്രോ ചെയ്യും, ഈ പ്ലാന്റ് വളരില്ല. ഡസ് നോട്ട് ഗ്രോ. പ്ലാന്റ് ഡസ് നോട്ട് ഗ്രോ എന്ന് എഴുതിയാൽ മതി അല്ലേ? അല്ലെങ്കിൽ വാടിപ്പോകും എന്ന് എഴുതുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് സി ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം ടു ദ പ്ലാന്റ്? റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ബെനിഫിറ്റ്സ് എഴുതാനാണ് പറയുന്നത്. എന്ത് ചെയ്യും? നമുക്ക് വാട്ടർ എന്താണ് ഇലകളിൽ എത്തുന്നത് എങ്ങനെയാണ്? ത്രൂ റൂട്ട് വഴിയാണ്. എന്താണ് അല്ല എന്ത് റൂട്ട് എങ്ങനെയാണ്? റൂട്ടിൽ എന്ത് ചെയ്യാണ്? ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തും, സ്ട്രെങ്തൻ ചെയ്ത് നിർത്തും അല്ലേ? ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ്? റൂട്ടാണ്. പിന്നെ മണ്ണിൽ നിന്നും വാട്ടറും മിനറൽസും അല്ലേ, വളവും ജലവും വളവും ഒക്കെ എന്താണ് വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് റൂട്ടാണ്. അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതിയാൽ മതി. ഒന്ന് എന്താണ്? മണ്ണിൽ സ്ട്രെങ്തൻ ചെയ്ത് നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എന്താണ്? മണ്ണിൽ നിന്ന് വാട്ടറും മിനറൽസ് ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടി, ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സ്റ്റെം തണ്ടാണെങ്കിൽ എങ്ങനെയാണ്? ഈ വേരൊക്കെ വലിച്ചെടുത്ത സാധനം വാട്ടർ ഏത് വഴിയാണ് ലീഫിലേക്ക് എത്തുന്നത്? സ്റ്റെം വഴിയാണ് അല്ലേ? ത്രൂ സ്റ്റെം വാട്ടർ അല്ലേ? വാട്ടർ സ്റ്റെമ്മിലേക്ക് ലീഫിലേക്ക് എത്തുന്നത് സ്റ്റെമ്മ് വഴിയാണ് അല്ലേ? വേര് വലിച്ചെടുത്ത വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ സ്റ്റെമ്മ് വഴിയാണ് എങ്ങോട്ടെത്തുന്നത്? ലീഫിലെത്തുന്നത്. പിന്നെന്താണ്? പിന്നെ ഈ നമ്മുടെ ഇലകളൊക്കെ ഇരിക്കുന്നത് ഏതിലാണ്? സ്റ്റെമ്മിലാണ് അല്ലേ? ഇലകളൊക്കെ ഇത് ചെയ്യുന്നത് സ്റ്റെമ്മിലാണ്. ഇപ്പം എന്തെങ്കിലും 2 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ലീവ്സ്, ഫ്ലവേഴ്സ്, ഇലകൾ, പൂക്കൾ അല്ലേ? താഴെ കാണിച്ചിരിക്കുന്ന ഈ ഇലകളുടെ പ്രത്യേകതകൾ അല്ലേ? ഓരോ ഇലകളുടെയും പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പെക്യുലാരിറ്റീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഷേപ്പ് വ്യത്യാസമുണ്ട്, സൈസ് വ്യത്യാസമുണ്ട് അല്ലേ? അതിലെ വീനേഷൻസ് വ്യത്യാസമുണ്ട്, കളർ വ്യത്യാസമുണ്ട് അല്ലേ? അതൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി പുട്ട് എ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നത് തെറ്റായത് ഏതാണെന്ന് നോക്കാനാണ് പറഞ്ഞത്. ഫ്ലവേഴ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. ഫ്ലവേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ട്. ഓൾ പ്ലാന്റ്സ് ബ്ലൂം. എല്ലാ പ്ലാന്റ്സും പൂക്കും അല്ലേ? പൂക്കൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റ് ഹാവ് ഫ്രാഗ്രൻസ്. രാത്രി പൂക്കുന്ന ഇതിന് നല്ല സ്മെല്ലുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സ് എല്ലാം എന്താണ്? ഫ്രൂട്ട്സ് ആയിട്ട് മാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ബി ക്വസ്റ്റ്യൻ ആണ്. അല്ല, ബി ആണ്. ഏതാ ഓപ്ഷനാണ് തെറ്റ്?
ഓൾ പ്ലാന്റ്സ് ബ്ലൂം. ഇതാണ് തെറ്റായിട്ട്. എല്ലാ ചെടിയൊന്നും പൂക്കില്ല. എല്ലാ ചെടികളും പൂക്കോ? ഇല്ല. എല്ലാ ചെടികളും പൂക്കില്ല. ഇനി സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന്റെ ബെനിഫിറ്റ്സ് എഴുതാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഫ്ലവറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ടു ഗെറ്റ് എന്ത് കിട്ടും? ഹണി അല്ലേ? ടു ഗെറ്റ് ഹണി, തേൻ കിട്ടും അല്ലേ? ടു ഗെറ്റ് ഹണി. ആർക്കാണ് കിട്ടുന്നത്? ഹണി ഫോർ ബട്ടർഫ്ലൈസ് അല്ലേ? ബട്ടർഫ്ലൈ ടു ഗെറ്റ് ഹണി. പിന്നെന്താണ്? ന്യൂ പ്ലാന്റ്സ് ഉണ്ടാവും അല്ലേ? ഫോം ന്യൂ പ്ലാന്റ്സ് അല്ലേ? പുതിയ ചെടികൾ ഉണ്ടാവും അല്ലേ? ഫ്ലവറിൽ നിന്ന് പുതിയ പൂക്കളുടെ വിത്തിൽ നിന്ന് അപ്പോൾ പുതിയ ചെടികൾ ഉണ്ടാവും. ന്യൂ പ്ലാന്റ്സ് ഫോം ചെയ്യും. പിന്നെ എന്താണ്? പിന്നെ നമ്മൾ അലങ്കാരത്തിന് വേണ്ടി ഗാർണിഷിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഗാർണിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ? അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കും പൂക്കളെ. അങ്ങനെ എന്തെങ്കിലും ഒരു 3-4 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, റെയിൻ റെയിൻ റെയിൻ, മഴ അല്ലേ? ഇവിടെ ഒരു മഴയുടെ കുറച്ച് ഇതാണ് കാണിച്ചിരിക്കുന്നത്. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ റെയിൻഫോൾ. റെയിൻഫോൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചത്. മഴമാപിനി അല്ലേ? മഴമാപിനിയാണ് അല്ലേ? അപ്പോൾ ഇൻസ്ട്രുമെന്റിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മഴമാപിനിയാണ് റെയിൻഫോള് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഫോർ മേക്കിംഗ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസിങ് മെറ്റീരിയൽ അവൈലബിൾ ഹോം ടു മെഷർ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ദാറ്റ് യു റിസീവ്. ഇങ്ങനെ കിട്ടുന്ന മഴ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഒരു മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ മഴമാപിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഉള്ളത് ഓർഡർ അനുസരിച്ച് എഴുതാനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, വാട്ട് ചേഞ്ച് ഒക്കർ ഇൻ യുവർ സറൗണ്ട്സ് ആഫ്റ്റർ ദ റെയിൻ. മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്ത് ചെയ്യും? നല്ല വരണ്ട് ഉണങ്ങി കിടക്കുന്നതായിരിക്കും അല്ലേ? ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അപ്പം മഴ കൊണ്ടിട്ട് എന്ത് ചെയ്യും? മണ്ണൊക്കെ നന്നായി നനയും അല്ലേ? മണ്ണ് കുതിരും. പിന്നെ എന്താണ്? ഒരുപാട് സ്ട്രീംസ് അല്ലേ? നീർച്ചാലുകളൊക്കെ രൂപപ്പെടും. പിന്നെന്താണ്? നല്ല കോൾഡ് അനുഭവപ്പെടും. പിന്നെ നമ്മുടെ ഡാംസിലെയൊക്കെ വാട്ടറിൻ്റെ ലെവല് കൂടും. പിന്നെ പുതിയ ചെടികളൊക്കെ ഫോം ചെയ്യും. അങ്ങനെ ഒരു മഴ കഴിഞ്ഞിട്ട് ശേഷം നിങ്ങളുടെ ഇതിലുണ്ടാവുന്ന ഒരു 3-4 ഇത് പോയിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ക്രിയേച്ചേഴ്സ് ആൻഡ് ഫീച്ചേഴ്സ് ആണ്. അതായത് ജീവിക സവിശേഷതകൾ എന്നുള്ളതാണ്. വാട്ട് ആർ ദ ബോഡി ഫീച്ചേഴ്സ് ദറ്റ് ഹെർബിവോറസ് ആൻഡ് കാർണിവോറസ്. ഹെർബിവോറസിൻ്റെയും കാർണിവോറസിൻ്റെയും ബോഡിയുടെ ഫീച്ചേഴ്സ്. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെ മാത്രം കഴിക്കുന്നതാണ്. കാർണിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാംസം കഴിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും എന്നാണ്. അപ്പം ഈ ഹെർബിവോറസിൻ്റെ ഒക്കെ എന്താണ്? പരന്ന ടീത്താണ് അല്ലേ? കാർണിവോറിന് നല്ല ഷാർപ്പ് പോയിന്റഡ് ആയിട്ടുള്ള ടീത്ത് ആയിരിക്കും. പിന്നെ എക്സാമ്പിളുകൾ എന്ന് പറഞ്ഞാൽ ഹെർബിവോറസിന് എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ ഗോട്ട്, കൗവ്, ഡിയറൊക്കെ അല്ലേ? ആട്, പശു, മാനൊക്കെ. പിന്നെ ഇവക്ക് കനൈൻ ഉണ്ട് അല്ലേ? മറ്റവർക്ക് എങ്ങനെയാണ്? മറ്റേതിന് എക്സാമ്പിൾ ആണ് എന്ത്? പരുന്ത്, കഴുകൻ, അവർക്കൊക്കെ നല്ല പിന്നെ കടുവ, സിംഹം, ഇതൊക്കെ എന്ത് തന്നെയാണ്? കാർണിവോറസ് ആണ്. ഇവർക്കൊക്കെ നല്ല നീണ്ടു കൂർത്തിട്ടുള്ള നഖങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഹെർബിവോറസിൻ്റെയും കാർണിവോറസിൻ്റെയും ബോഡി ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് 2 creatures based on how they catch their prey given below. Identify the creatures and write their name. Flat beaks help to hold fish in their mouth. They use their rapid sticky tongue to catch their prey. ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ ഈ താഴെ പറയുന്ന ഇത് ഏതൊക്കെയാണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ബോഡി ഫീച്ചർ വെച്ചിട്ട്. ഫ്രോഗ്, കിങ്ഫിഷർ, ക്രോക്കഡൈൽ, ഡക്ക്, ഫ്രോഗ്, ക്രോക്കഡൈൽ, കിങ്ഫിഷർ. ഏതായിരിക്കും? ഡക്കും ഫ്രോഗും. സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. ആക്ടിവിറ്റിയിൽ 4 നമുക്ക് നോക്കാം. എന്താണ്? ഫ്ലട്ടറിങ് കളർഫുൾ വിങ്സ്. ദ ചിൽഡ്രൻ ഹാവ് ഡിസൈഡ് ടു സെറ്റ് അപ്പ് എ ബട്ടർഫ്ലൈ ഗാർഡൻ ഇൻ ദ സ്കൂൾസ് ബയോഡൈവേഴ്സിറ്റി പാർക്ക്. നെയിം ദ സ്യൂട്ടബിൾ പ്ലാന്റ് ദാറ്റ് ക്യാൻ ബി ഗ്രോ ഹിയർ.
കുട്ടികൾ എന്താണ് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ സ്കൂളിൽ ഉണ്ടാക്കാൻ വേണ്ടി ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിൻ്റെ വളർത്താൻ പറ്റിയ കുറച്ച് ചെടികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. എന്താണ് കറിവേപ്പ്, അല്ലേ, കറി ലീഫ്, കറിവേപ്പുണ്ട്. പിന്നെന്താണ്, പിന്നെ നാരകം, അല്ലേ, പാണൽ, ചെമ്പകം, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. പിന്നെ ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഇസ് നോട്ട് ബട്ടർഫ്ലൈ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് പെയേഴ്സ് നോട്ട് എ ബട്ടർഫ്ലൈ? ബട്ടർഫ്ലൈയുടെ പേരല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഡി ആണ്, ആനറാഞ്ചി മഞ്ഞക്കറുപ്പൻ. ആനറാഞ്ചി മഞ്ഞക്കറുപ്പൻ, ഡി ആണ് ഉത്തരം. സി, the life cycle of butterfly is given below. Fill the missing stage completed. ബട്ടർഫ്ലൈയുടെ എന്താണ് ലൈഫ് സൈക്കിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? എഗ്ഗ്, ലാർവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ, അല്ലേ? ഇവിടെ വരുന്നത് ഏതായിരിക്കും? ലാർവ ആയിരിക്കും, അല്ലേ? ലാർവ ആയിരിക്കും. ഇനി ആക്ടിവിറ്റി 4, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്. ഇവിടെ ഒരു തന്നിരിക്കുന്ന ഒരു പാസേജ് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ദ ക്രിയേച്ചേഴ്സ് അറൗണ്ട് us, their food habits are different. Animals like cows, goat, deer and herbivorous. Animals like lion, tiger and cats are carnivorous. But some animals eat both plants and meat. അല്ലേ? കുറച്ച് ഹെർബിവോറസ് ആണ്, സസ്യങ്ങൾ മാത്രം കഴിക്കുന്നവരാണ്. കുറച്ച് മാംസങ്ങൾ മാത്രം കഴിക്കുന്നവരാണ്. ചിലരെന്താണ് പ്ലാന്റ്സിനെയും മീറ്റിനെയും കഴിക്കുന്നവരാണ്. സച്ച് ആനിമൽസ് ആർ നോൺ ആസ് ഓംനിവോറസ്. അവരാണ് മിശ്ര ബുക്കുകൾ, ഓംനിവോറസ് എന്ന് പറയുന്നത്. ക്രോസ്, ഹ്യൂമൻസ് ആൻഡ് ആൻസ് ആർ ആനിമൽസ് വിച്ച് സച്ച് ഡയറ്റ്. ഹ്യൂമൻസ് പ്രൊവൈഡ് കുക്ക്ഡ് വെജിറ്റേറിയൻ ഫുഡ് ടു കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ആൻഡ് ദേ ആർ കൺസിഡേർഡ് കാർണിവോറസ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നൗ കംപ്ലീറ്റ് ലിസ്റ്റ് ഗിവൺ ബിലോ ഇൻക്ലൂഡിങ് മോർ ക്രിയേച്ചേഴ്സ് യു നോ. ഇവിടെ കാർണിവോറസിനും ഹെർബിവോറസിനും ഓംനിവോറസിനും കുറച്ചുകൂടി എക്സാമ്പിളുകൾ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർണിവോറസിൽ നമ്മൾ പറയില്ലേ, ലയൺ, ടൈഗർ, ഈഗിള്, അല്ലേ, ഇതൊക്കെ നമുക്ക് എഴുതാം. ഹെർബിവോറസിൽ ഏതാണ്? നമ്മുടെ റാബിറ്റ്, ഡിയർ, അങ്ങനെയൊക്കെ എഴുതാം. പിന്നെ ഓംനിവോറസിൽ എല്ലാം ഈ ഹ്യൂമൻസ്, ക്രോസ് എല്ലാം കഴിക്കുന്നത്, അല്ലേ, ഹെന്ന്, അതൊക്കെ ഓംനിവോറസിൽ എഴുതാം. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് put a tick or cross mark against the statement related to food habits of creature. ചില ക്രിയേഴ്സിൻ്റെ ഫുഡ് ഹാബിറ്റുമായി റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ക്രിയേഴ്സിൻ്റെ ഫുഡ് ഹാബിറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ട്രൂ ഏതാണ്, ഫോൾസ് ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ക്രിയേച്ചേഴ്സ് സെർച്ച് ഫോർ ഫുഡ് ഇൻ ഡിഫറെൻറ്റ് വേ. അതെന്താണ്? ശരിയാണ്, ഡിഫറെൻറ്റ് വേസിലാണ്, അല്ലേ? എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഫുഡ് ഒരുപോലെയാണോ? അല്ല. ദർ ആർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഡോണ്ട് നീഡ് ഫുഡ്. ക്രിയേച്ചേഴ്സിന് എന്താ ആവശ്യമില്ല, ഫുഡ് ആവശ്യമില്ല എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, തെറ്റാണ്. ദ ബോഡി ഫീച്ചേഴ്സ് ഹെൽപ്പ് സം ക്രിയേച്ചേഴ്സ് ക്യാച്ച് ദെയർ പ്രേ. അതെ, ചില ജീവികളെ അവരുടെ ബോഡി ഫീച്ചേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലേ, ഈ ഇരേനെ പിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഡി, ഓൾ ഓർഗാനിസം ആർ ഹെർബിവോറസ്. നോ, എല്ലാ ഓർഗാനിസും ഹെർബിവോറസ് ആണോ? അല്ല. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 5. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആനിമൽ അത് മെഷ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹെന്ന് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ ദയർ എഗ്. എച്ച് ആണ്, അല്ലേ? അപ്പം എ എച്ച് ആയിട്ടുള്ളത് എടുക്കുക നിങ്ങൾ. എ എച്ച് ആണ്. ബി പി ജി എൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്ലഷർ, അല്ലേ? പ്ലഷറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജി. അപ്പം എച്ച് വന്നു, ജി വന്നു. അടുത്തത് ഏതാണ്? സി, കൗ എന്തിനാണ്? ഫോർ മിൽക്ക്, അല്ലേ? ഫോർ മിൽക്ക്. അപ്പോൾ അതേതാ വന്നത്? അപ്പോൾ ഇവിടെ വന്ന് എച്ച് ജി വന്നു. അപ്പം ഇതെല്ലാം ഇത് മാറ്റുക. എച്ച് ജി ഇ വന്നു, ഫോർ മിൽക്ക്. ഡോഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സെക്യൂരിറ്റി, എഫ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ആനിമൽസ് ഗിവൺ ഇൻ ദ ടേബിൾ ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. സ്മോളിൽ നിന്ന് ലാർജിലേക്ക് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്മോളിൽ നിന്ന് ലാർജിലേക്ക്, സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. അപ്പോൾ ഏറ്റവും സ്മോൾ ആയിട്ടുള്ളത് ആരായിരിക്കും? അല്ലേ? പി ജി എൻ.
അടുത്തത് ആരാണ്? ഹെന്ന്. നെക്സ്റ്റ് ആരാണ്? ഡോഗ്. അതിനുശേഷം ആരാണ്? കൗവ്. നെക്സ്റ്റ് എന്താ പറയുക? കംപ്ലീറ്റ് ദ ലിസ്റ്റ് ഗിവൺ ബിലോ ഇൻക്ലൂഡിംഗ് ദ ക്രിയേച്ചേഴ്സ് കോമൺലി ഫൗണ്ട് അറൌണ്ട് യുവർ ഹോം ആൻഡ് ദെയർ മൂവ്മെന്റ്സ്. നിങ്ങളുടെ ചുറ്റുമുള്ള കുറച്ച് ക്രിയേച്ചേഴ്സിന്റെ പേര് എഴുതുക, അവരുടെ മൂവ്മെന്റ്സ് എഴുതുക. ഇപ്പൊ സ്നേക്ക് ക്രോൾ എഴയുന്നതുണ്ട്, പറക്കുന്നതുണ്ട്, ചാടുന്നതുണ്ട്, അല്ലെ, ഓടുന്നതുണ്ട്. അപ്പോൾ ആ മൂവ്മെന്റ്സ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള ക്രിയേച്ചേഴ്സിന്റെ പേരും അതിന്റെ മൂവ്മെന്റ്സും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.